വിശ്വാസികൾ ഒരുമിക്കേണ്ടുന്ന കാലം അതിക്രമിച്ച് ഇരിക്കുകയാണ്. വിശ്വാസികൾ പരസ്പരം തമ്മിലടിക്കേണ്ടുന്നതിൻ്റെ ഒരാവശ്യവും ഇല്ലാത്ത വിധം വേദഗ്രന്ഥങ്ങൾ അതിനെ സത്യപ്പെടുത്തുമ്പോൾ മതപുരോഹിതന്മാർ വിവിധ ആശയധാരകൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിന് വേദഗ്രന്ഥങ്ങളുമായി ബന്ധമില്ല എന്ന് പറയേണ്ടി വരും. വിശ്വാസികൾ എല്ലാം ഒരു ശരീരം പോലെ ഒരുമിച്ച് നിൽക്കേണ്ടുന്നതാണ്, ഒരു കുടുംബം പോലെ. ആ വിശ്വാസം പ്രവാചകന്മാർ, മഹത് വ്യക്തിത്വങ്ങൾ, പ്രപഞ്ചനാഥൻ നിന്ന് ഉത്ഭുതമായിട്ടുള്ള ഋഷിവര്യന്മാർ ഒക്കെ പറയുന്നത് ഒന്നു തന്നെയാണ്. എല്ലാറ്റിലും നമ്മൾ അതിനോട് മാറ്റി നിർത്തേണ്ടുന്നതല്ല. ഇതൊരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങൾ ആയി പ്രവാചകന്മാരും ഋഷിവര്യന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തേണ്ടതല്ല, സഹോദര സ്ഥാനത്ത് നിർത്തേണ്ടതാണ്. ഇതൊരു കൂട്ടുകുടുംബമാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ പ്രപഞ്ചനാഥൻ നമുക്ക് നൽകിയിട്ടുള്ള വിശ്വാസ സംഹിത ഗ്രന്ഥമായും പ്രവാചക അധ്യാപനമായും നൽകിയിട്ടുള്ളതിൽ നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. അത് ഒരു വിഭാഗത്തെ നൽകിയവർക്ക് മാത്രമല്ല, ഇബ്രാഹിം നബി, അബ്രഹാം പിതാവിന് നൽകിയതിലും, ഇസ്മായിലിന് നൽകിയതിലും, ഐസക് പ്രവാചകന് നൽകിയ ഗ്രന്ഥങ്ങളിലും, ജേക്കബ് എന്ന് പറയുന്ന പ്രവാചകനിൽ നൽകിയതിലും, ആ ജേക്കബിൻ്റെ കുടുംബത്തിൽ സന്തതി പരമ്പരകളിൽ വന്ന പ്രവാചകന്മാർക്ക് നൽകിയതിലും, യൂസുഫ്, ദാവീദ്, സുലൈമാൻ, അവർക്കൊക്കെ എന്തൊക്കെ നൽകിയോ ആ അനുശാസനങ്ങളും ഗ്രന്ഥങ്ങളും മതനിർദ്ദേശങ്ങളും, അതുപോലെ തന്നെ മോസസ് എന്ന് പറയുന്ന മോശെ എന്നൊക്കെ പറയുന്ന ആ പ്രവാചകന് നൽകിയ അനുശാസനങ്ങളിലും ഗ്രന്ഥങ്ങളിലും, അതുമാത്രമല്ല ഈസ എന്ന് പറയപ്പെടുന്ന യേശുവിന് നൽകിയ ഗ്രന്ഥങ്ങളിലും അനുശാസ പ്രമാണങ്ങളിലും, അതിലു മാത്രമല്ല ഭൂമുഖത്തേക്ക് വന്നിട്ടുള്ള മറ്റെല്ലാ പ്രവാചകന്മാരുടെ അനുശാസനങ്ങളിലും നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. ഒരു പ്രവാചകനിലും നമ്മൾ ഒരു ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ദൃഷ്ടിയോടി കാണുകയും അവരുടെ അധ്യാപനങ്ങൾ അംഗീകരിക്കുകയും ശരിയായ അധ്യാപനങ്ങൾ അതെല്ലാം അംഗീകരിക്കുകയും അവർ തമ്മിൽ ഒരു വിവേചനവും കാണിക്കാതെ ആ പ്രവാചകൻ്റെ അവർ കൊണ്ടുവന്ന അനുശാസനങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയും അതിൻ്റെ അജ്ഞാനവർത്തികളാവുകയും ആയിത്തീരുകയും ചെയ്യുക എന്നതാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നത്. അന്തിമ വേദമായ ഖുർആൻ അതിൻ്റെ 3-ാം അധ്യായത്തിൽ 84-ാം വചനത്തിൽ ഇത് ശക്തമായും പറഞ്ഞു തരുന്നുണ്ട്. ഇതല്ലാത്ത മറ്റൊരു ചിന്താസരണിയിലാണ്, ഈ പ്രപഞ്ചനാഥൻ്റെ ഈ അനുസരണത്തിൻ്റെ മറ്റ് ചിന്താസരണികളിലാണ് നമ്മൾ അകപ്പെട്ടു പോകുന്നതെങ്കിൽ അവർ നഷ്ടപ്പെട്ടവരായി തീരും. അതുകൊണ്ട് ഈ സർവപ്രവാചകന്മാരും ഉദ്ഘോഷിച്ച അനുശാസിച്ച അവരുടെ നിയമ
നിർദ്ദേശങ്ങളിൽ അനുസരിച്ച് ഒരു ജീവിത കെട്ടിപ്പടുത്തി സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് നീങ്ങണം എന്നാണ് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്.